അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എല്ലാ മക്കളെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ് പീഡിതമായ നിന്റെ രൂപത്തെ, ഉയർത്തുന്നതിന് നിന്റെ രൂപത്തെ, രാജാവായി നിൽക്കുന്നതിൻ്റെ രൂപത്തെ, രാജകീയ രൂപത്തെ എല്ലാം ഇപ്പോൾ മനസ്സിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവ്. അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രയാസങ്ങൾ ഇരിക്കുന്നത് നീ ആശീർവദിക്കണമേ. ഇന്ന് യാത്രയ്ക്ക് പോകുന്നവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ആരുടെയെങ്കിലും മുമ്പിൽ ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ വിചാരണയ്ക്കോ മജിസ്ട്രേറ്റ് മുമ്പിൽ വിചാരണയ്ക്കോ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുള്ളവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതമാർഗം മുട്ടിപ്പോയവരെ, മക്കളില്ലാത്തവർ, മക്കളെ ഓർത്ത് മരിച്ചുപോയ മക്കളെ ഓർത്ത് വേദനപ്പെടുന്നവർ,
ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയിരിക്കുന്നവർ, അവർക്കെല്ലാം മാനസാന്തരപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ വക്കീലോട് എന്ന് പറയുമ്പോൾ വക്കീൽ അതിൻ്റെ കൂടെ നിയമപരമായിട്ട് നിലനിൽക്കാൻ വേണ്ടി കുറേ കള്ളത്തരങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നിനക്ക് ഇനി ജീവിതകാലത്ത് ഈ ജന്മത്ത് കർത്താവിൻ്റെ മുമ്പിൽ വരാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ആക്കി കളഞ്ഞിട്ടുള്ള നിയമ സാഹചര്യങ്ങളിലേക്ക് നീ വലിച്ചിഴപ്പെട്ടുള്ള സാഹചര്യങ്ങളെ അതിന് നിയമപരമായിട്ട് സത്യസന്ധം അതിജീവിക്കാൻ പരിശുദ്ധ ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch with the fire fingers, walk with the precious blood. 3 മക്കളും ഒരു പെൺകുഞ്ഞും മുതിർന്നൊരു പെൺകുഞ്ഞുമുള്ള ഒരു സന്ദേശത്തെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിൽ കർത്താവ് ഉണ്ടെന്നും കർത്താവിടെ കൂടെ അവരുടെ കാര്യങ്ങൾ തിരക്ക് അന്വേഷിക്കാൻ കർത്താവ് കൂടെ ഉണ്ടെന്ന് അവർക്ക് വലിയ സന്ദേശമാണ് ഇപ്പോൾ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുറേ നാളുകളായിട്ട് ഇപ്പോൾ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കിട്ടാതെ നീണ്ടുപോണ രേഖകൾ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലാതെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകളുടെ മേലെല്ലാം ഏതെല്ലാം രേഖകളോ എന്തെല്ലാം ഉപകരണങ്ങളോ നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ വലിയ ചൈതന്യം പ്രസരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അത് നടപ്പിൽ വരുത്താൻ നിലനിൽക്കുന്ന തടസ്സങ്ങളെയും ദോഷങ്ങളെയും യേശുക്രിസ്തു ബന്ധിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കുവാമേൻ. ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്ന എപ്പിസോഡുകൾ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ ഇടയ്ക്ക് അതൊന്ന് ഒരുമിച്ച് കേൾക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച വരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് സുവിശേഷത്തിലെ പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയ കുഴപ്പങ്ങളില്ലെന്ന് തോന്നിയാലും നമ്മൾ സെക്കൻഡ് തോട്ട് വെച്ചാൽ കുഴപ്പങ്ങളുള്ള ചില വചനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങളോട് ഒരു വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13:8 എടുത്തേ. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. ഓക്കെ, ക്ലിയർ അല്ലേ? മറ്റു ചില വിത്തുകൾ എന്ത് ചെയ്ത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലേ ഞാൻ കൃപാസനത്തിൽ എൻ്റെ കുർബാന ദിവസം ഈ വചനമാണ് വായിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഞാൻ ആൾക്കാരോട് ചോദിച്ച ഉടനെ പരിശുദ്ധാത്മാവ് മനസ്സിൽ തോന്നിച്ചതാണ്, ഈ നല്ല നിലത്ത് വീണ വിത്ത് എന്തുകൊണ്ട് മേനി വ്യത്യാസം വരണത്? നിലത്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇപ്പം നല്ല നിലം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ലൂക്ക 8:15 എടുത്തേ. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഇതാണ് ഇതിന്റെ കീ വേടം, താക്കോൽ വചനം എന്ന് പറയും. ഇപ്പൊ ഈ നല്ല നിലത്ത് വീണതോ നമ്മൾ ഇപ്പൊ മത്തായി 13:8 നല്ല നിലത്ത് വീണതോ ചില വിത്തുകൾ 100 മേനി, ചിലത് 60 മേനി, ചിലത് 30 മേനിയാണ്. ഇപ്പം നല്ല നിലവെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ ഈശോ? അതാണ് 8:15 വായിച്ചത്. ഒന്നിന് വായിച്ച്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഫസ്റ്റ് പ്രോസസ് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ. അപ്പൊ ആ ഹൃദയത്തിന്റെ പ്രത്യേകത, ഹൃദയവയറിന്റെ പ്രത്യേകത എന്താണ്? അത് ഉത്കൃഷ്ടമാണ്, ഉദാത്തമാണ്. പിന്നെ എന്താണ്? നിർമ്മലമായ ഹൃദയത്തിൽ വിശുദ്ധമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സംഗ്രഹിക്കുന്ന ആള് ദൈവത്തിൽ നിന്നൊരു വചനം വരുമ്പോൾ അത് സംഗ്രഹിക്കുന്ന ആളാരാണ്, അവരുടെ നേച്ചർ അനുസരിച്ചാണ് വചനത്തിന് ഫലം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും നല്ലവണ്ണം സംഗ്രഹിച്ച ആളാരാണ്?
മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറിയമാകട്ടെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നല്ല പറയണത്. അപ്പം നല്ല നിലവെന്ന് പറയുന്നത് ഉത്കൃഷ്ടവും. അപ്പം ഇത് മറിയത്തിലേക്കാണ് സംഗമം പോണതേ, മറിയത്തിലേക്കാണ് പോണതേ. ലുക്കാന്റെ സുവിശേഷം 2:51. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം കണ്ട, അമ്മ പിക്ചറിൽ പറഞ്ഞ കണ്ടില്ലേ, നല്ല നിലത്ത് വീണതെന്ന് ചോദിച്ചിട്ട് ഉത്കൃഷ്ടവും സംശുദ്ധ ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആളായ്മയായിട്ടാണ് ഈ അമ്മ വരണത്. അവന്റെ അമ്മ പറഞ്ഞ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താണ്, ഏത് കാര്യമാണ്? പിതാവിൻ്റെ കാര്യത്തിൽ ഈശോ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ എന്നുള്ള ഒരു സഹനകാല സുവിശേഷമില്ലേ? സഹനകാല സുവിശേഷം. സഹനകാല ചില വചനങ്ങളുടെ പ്രത്യേകത, ഇത് ആ വചനങ്ങൾ നിത്യതയിൽ മാത്രമേ വിരിയത്തുള്ളൂ. നിത്യതയിൽ നമുക്ക് ഇപ്പം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചിടും അത്. പക്ഷെ വിരിയണ എപ്പോഴും നിത്യതയിലായിരിക്കും വിരിയണത്. ഭൂമി അത് വെച്ച് വിരിയത്തില്ല. അപ്പം അത് പക്ഷേ ഫലപ്രാപ്തി എന്താ, നിത്യകാലം അത് വളരും. അതുകൊണ്ട് അങ്ങനെ കുറേ വചനങ്ങൾ ആത്മാവിനെ കുഴിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിത്യതയിൽ നിന്നാണ് നമുക്കതിൻ്റെ ആവശ്യം വരണത്. കാര്യം നിത്യതയിൽ നമുക്ക് വേണ്ടി എത്ര പേര് എക്കാലം പ്രാർത്ഥിക്കും നമുക്കറിയത്തില്ലല്ലോ. മക്കളൊക്കെ പ്രാർത്ഥിക്കും, നമ്മൾ വിശ്വസിക്കണമെന്നല്ലേ ഉള്ളു. ആ 2-3 ആണ്ട് കഴിയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ അവർ തീരുമാനമാക്കുമല്ല. അപ്പം നമ്മൾ തന്നെ ചില വചനങ്ങൾ ഭൂമിയിൽ വിരിയിക്കാൻ പകരം നിത്യതയിൽ വിരിക്കാൻ വേണ്ടി ആത്മാവിൽ കുഴിച്ചു വിടണം. അത് മിക്കവാറും എന്താണ്, നമുക്ക് മനസ്സിലാക്കാത്ത ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കും. ഈ ഗോട്ട് ദ പോയിന്റ്. കർത്താവ് പരിശുദ്ധാത്മാവിനോട് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നുണ്ട്. എന്താ സംഭവിച്ചാൽ, ചില കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാകത്തില്ല നമുക്ക്. 2:48 അവനെ കണ്ടപ്പോൾ വചനത്തെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. വചനത്തിന്റെ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, അവന്റെ അമ്മ വചനത്തോട് പറഞ്ഞു, വചനമാസമാരോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് വചനമേ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? ഇങ്ങനെ ഈ രീതിയിലുള്ള അനുഭവം തന്നത് എന്താണ്? നമ്മൾ ചോദിക്കണല്ലേ. ഞാൻ ഉടമ്പടി എടുത്തു, ഉപവസിച്ചു, എന്നിട്ട് ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല. വചനം എടുക്കാത്ത ആൾക്കാരും ദൈവമായിട്ട് ബന്ധമില്ലാത്ത ദൈവത്തിനെതിരെ സംസാരിക്കുന്നവർക്കൊക്കെ ഉദ്യോഗം കിട്ടിയെന്ന് നമ്മൾ ചോദിക്കണല്ലേ. ചില കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. എങ്കിലും ചോദിക്കാതെ കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഓർക്കണം. എന്താ കാര്യം? അത് നിത്യതയിൽ വിരിയേണ്ട വിത്താണ്. ദൈവം എന്താണ് നമ്മളോട് ഇങ്ങനെ ചെയ്തത്? അതിൻ്റെ പേരിൽ ചില അണ്ണന്മാർ ദൈവം ഇല്ലെന്നും പറഞ്ഞ് പോകുന്നവരുണ്ട്. ദൈവം ഇല്ലെന്ന് പറഞ്ഞേ, അതായത് നാം നമ്മൾക്ക് പ്രാർത്ഥിക്കുന്നതിന് തക്ക ഉത്തരം കിട്ടുകാതിരിക്കുകയും ഒരു പ്രാർത്ഥനയും ദൈവത്തിനെതിരെ ജീവിക്കുകയും വൃത്തികെട്ട ജീവിതം ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഭൗതിക ആനുകൂല്യം കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും, എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന്. എന്നിട്ട് നമ്മൾ പുറത്ത് പറയത്തില്ലെങ്കിലും ഒരു നിർമ്മതക്കാരനായിട്ടും സുവിശേഷ ചൈതന്യം ഇല്ലാത്തവനായിട്ടും പ്രാർത്ഥന നമ്മൾ ഊതിക്കെടുത്തു. നിങ്ങൾ ഊതിക്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥന ഊതിക്കെടുത്തത് പ്രാർത്ഥിക്കാത്തത് ഒന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ മരവിച്ച് പോകും. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയാണ് ഈ മാതാവ് ചോദിക്കുന്നത്, മകനെ ഞങ്ങളോട് നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? കാര്യം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിനക്ക് തരാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കണമെന്ന് പറയണമായിരുന്നു, അല്ലെങ്കിൽ നിൽക്കട്ടെന്ന് ചോദിക്കണമായിരുന്നു. ചോദ്യവും പറയുകയൊന്നുമില്ല. അത് ഞങ്ങളോട് ചോദിക്കാതെ നീ നിന്ന് നീ ഉണ്ടെന്നും പറഞ്ഞ് പോയി. യാത്രക്കാരുടെ കൂടെ നീ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പോയി. പകുതി വഴി എത്തിയപ്പോൾ നീ ഇല്ല. പിന്നെ തിരിച്ച് നടന്ന് പണവുമില്ല. ഇനി എത്ര നാൾ പണിയെടുത്താണ് ആവശ്യപിതാവ് ഈ കാശ് തിരിച്ചു വന്ന കാശ് ഉണ്ടാക്കാൻ? അപ്പോഴേ കൺഫ്യൂഷൻ ഉണ്ടാക്കണമല്ല ദൈവമേ. ഞങ്ങളിവിടെ എന്താണ് നീ ഇങ്ങനെ ചെയ്തത് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ? അപ്പം ഇങ്ങനെ അതിന് ഉത്തരവില്ല. ശരിക്കും ഈശോ ഉത്തരം കൊടുത്തതേ ഉള്ളൂ. ശരിക്കും ഉത്തരം കൊടുക്കേണ്ട കാര്യമല്ലത്. ഉത്തരം കൊടുത്തത് നമുക്ക് വേണ്ടിയാണ്. വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യം എന്നാൽ നല്ല കാര്യം, കല്യാണ കാര്യമൊന്നുമില്ലേ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടേനല്ലേ എന്ന്. നിങ്ങൾക്കറിയാമല്ലോ പിതാവിൻ്റെ കാര്യം കല്യാണക്കാര്യമല്ല ഒന്ന്. അത് ചോരക്കളിയാണേ.
നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കണത് ചോരക്കളിയാണ്. ആ ചോരക്കളിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുവന്ന നിറവും ചോരയുടെ മണമൊക്കെ വന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സംസാരം കൂടും കുറച്ച് കഴിയുമ്പോൾ ഇത് പാഷൻ ഡയറക്ഷനായിട്ട്, പാഷൻ പ്രൊഡക്ഷനായിട്ട് പിന്നെ പുറത്ത് വരും. നമുക്ക് അവിടെ എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, അവൻ്റെ അടുത്ത് ഇത് പറയുമ്പോൾ. അതാണ് അന്ന് അവൻ ചോദിക്കും, പിതാവേ നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന്. അതിന് പകരം അവൻ്റെ അമ്മ അവനോട് ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, അത് പിതാവിൻ്റെ കാര്യമാണെന്ന്. എൻ്റെ ദൈവവേദലെ, ദൈവത്തിൽ നിന്ന് വൃത്തിയും മേനയുമായിട്ട് ഉത്തരം കിട്ടാത്ത ഒരു സാധനം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പിതാവിൻ്റെ കാര്യമാണ്. പിന്നെ എന്താണ്? അത് നിത്യതയിൽ വിരിയേണ്ട വിത്താണ്. എത്ര മേനിയാണെന്ന് നമുക്ക് അപ്പം കാണാം. ഓക്കെ അല്ലേ? താങ്ക് യു. എൻ്റെ പേര് ജോൺസൺ ബാബു. ഞാൻ കോട്ടയം ജില്ലയിൽ തീക്കോയിൽ നിന്നാണ് വരുന്നത്. 2.5 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് പുതുക്കി പോയതാണ് 3-ാം തവണ. അന്ന് അച്ഛനെ കണ്ടിരുന്നു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു വെച്ചാണ് പോയത്, ഇനി ഞാൻ ഈ അൾത്താരയിലേക്ക് വരുന്നത് സാക്ഷ്യം പറയാനായിരിക്കുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദൈവാനുഭവം അത് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഈ അൾത്താരയിലേക്ക് ഇപ്പോൾ വന്നേക്കുന്നത്. 2018 ഞാൻ ഡിഗ്രി പാസ് ഔട്ടായി ഇറങ്ങി. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് വലിയ രീതിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് മുന്നോട്ട് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ദൈവം തന്നെ കാണിച്ചു തന്നൊരു ആശയമായിരുന്നു PSC പഠിക്കുക എന്നുള്ളത്. 2019 LDC കോട്ടയം നോട്ടിഫിക്കേഷന് ഞാൻ അപ്ലൈ ചെയ്തു. 2019 കോവിഡിൻ്റെ പ്രശ്നമൊക്കെ വന്നുകൊണ്ട് ഒത്തിരി സമയം ഞങ്ങൾക്ക് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി പഠിക്കാനൊക്കെ ആയിട്ട് കിട്ടിയായിരുന്നു. പക്ഷേ 2019 PSC പുതിയ പരിഷ്കാരം കൊണ്ടുവന്നത്. പ്രിലിംസ് എഴുതിയാലേ മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രിലിമിനറി പരീക്ഷ വലിയ പാടായിരുന്നു. എനിക്ക് സ്റ്റേജ് 1 ആണ് കിട്ടിയത്. അത് അത്രയ്ക്ക് പാടുള്ളൊരു പരീക്ഷയായിരുന്നു. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് അതെനിക്ക് പാസ്സാക്കി തന്നു. അപ്പോൾ മെയിൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു കടമ്പയും കൂടെ പിന്നെ കിടക്കണം. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് കുറച്ച് മൈനസ് മാർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് 1 മുതൽ 8 വരെയുള്ള റാങ്കിനുള്ളിൽ സപ്ലിയിലായാലും കുഴപ്പമില്ല, എനിക്ക് ആ റാങ്കിനുള്ളിൽ ഒരു ഗ്രേഡ് തരണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ദൈവം എനിക്ക് 8ാമത്തെ റാങ്കാണ് അന്ന് തന്നത്. സപ്ലി ലോ വിഷൻ കാറ്റഗറിയിൽ. എനിക്ക് കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് വന്നത്. ജനുവരി മാസം, ഈ കഴിഞ്ഞ 2024 ജനുവരി വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് കിട്ടുമായിരിക്കുമെന്ന്. പക്ഷേ മുന്നോട്ട് പോകുന്നതോറും ഭയങ്കര ബുദ്ധിമുട്ടായി വന്നുകൊണ്ട് 2024 ഓഗസ്റ്റ് 16 തോന്നുന്നു ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നടത്തുന്ന ആ ദിവസം തന്നെ, അന്നത്തെ ദിവസം തന്നെ എനിക്ക് വലിയ സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. പക്ഷേ അത് സുഗന്ധാഭിഷേകം ആണെന്നൊന്നും എനിക്കന്ന് മനസ്സിലായില്ല. മാതാവിൻ്റെ പ്രസൻസ് ആണെന്നും എനിക്കന്നും മനസ്സിലായില്ല. സാക്ഷ്യങ്ങൾ മുന്നോട്ട് കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ അതെനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഡെയിലി ബ്രെഡ് കൂടുമ്പോഴും നമ്മൾ ഡിസംബർ മാസത്തിലെ നൊവേന പ്രാർത്ഥന നടത്തുന്ന സമയത്തും ഒക്കെ തന്നെ എനിക്ക് ആ ശക്തമായ സുഗന്ധാഭിഷേകം ലഭിക്കുന്നുണ്ടായിരുന്നു. കൃപാസനത്തിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് മാതാവിൻ്റെ ഒരു സ്വപ്നദർശനം ഉണ്ടായി. നമ്മളുടെ കാശ് രൂപത്തിലൊക്കെ കാണുന്ന മാതാവിൻ്റെ ഒരു വലിയൊരു ചിത്രമാണ് ഞാൻ കാണുന്നത്. ഞാനത് സ്വപ്നത്തിൽ കണ്ട ശേഷമാണ് ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഉടമ്പടി 3-ാം തവണ പുതുക്കി ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ കാശ് രൂപം തന്നു. റാങ്ക് ലിസ്റ്റ് അല്ലേ എന്നോട് ചോദിച്ചു. അത്ര മാത്രമേ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അങ്ങനെ 2.5 മാസമേ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാനായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനെ കാണുന്ന സമയത്ത് ഈ 2.5 മാസത്തിനുള്ളിൽ ഏകദേശം 43ഓളം ഫ്രഷ് വേക്കൻസികൾ വരണമായിരുന്നു. അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് PSC അങ്ങനെ റിപ്പോർട്ടായി വരണം, ഭയങ്കര താമസമാണ്. അപ്പോൾ 2.5 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് സർവീസിലേക്ക് കയറാനുള്ളൊരു ചാൻസ് മാതാവ് ഒരുക്കി തന്നു. ജൂലൈ 28-ാം തീയതിയൊക്കെ ആവാറായപ്പോഴേക്കും അത്യാവശ്യം വേക്കൻസികളൊക്കെ അപ്ഡേറ്റായി. അതിനുശേഷം ജൂലൈ 28-ാം തീയതി വൈകിട്ട് 4:30 ആയപ്പോഴേക്കും PSCയുടെ ഒരു അഡ്വൈസ് ചാർട്ട് അവർ പബ്ലിഷ് ചെയ്തു. അതിൽ എൻ്റെ പേരുണ്ടായിരുന്നു. ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് LD ക്ലർക്കായിട്ട് സർക്കാർ സർവീസിലേക്ക് കയറാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തോട് അത് വളരെ നല്ല രീതിയിൽ ദൈവം എന്നെ അത് അനുഗ്രഹിച്ച് വിട്ടതാണ്. അതിനുശേഷം ജൂലൈ 29-ാം തീയതി എനിക്ക് അഡ്വൈസ് ലെറ്റർ വന്നു. ആ അഡ്വൈസ് ലെറ്ററാണ് ഈ പേപ്പറാണ്. അഡ്വൈസ് ലെറ്റർ PSCയിൽ അഡ്വൈസ് ആകുന്നവർക്ക് ലഭിക്കുന്ന പേപ്പറാണ്. ഇനിയിപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററും കൂടെ വരാനുണ്ട്. അതൊരു 3 ആഴ്ചയ്ക്കുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയും വലിയൊരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നു. എൻ്റെ അച്ഛനും അമ്മയും കൂലിപ്പണി എടുത്താണ് അവർ ജീവിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കുടുംബമാണ്.
മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് മാതാവ് ഇത്രയും വലിയൊരു ജോലി ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് LD ക്ലർക്കായിട്ട് കയറുന്ന വലിയൊരു ജോലി എനിക്ക് നൽകി അനുഗ്രഹിച്ചത്. അതോടൊപ്പം തന്നെ ഇപ്പം തന്നെ 40ഓളം വേക്കൻസികൾ ഇനിയും പോകാനുണ്ട്. തീരെ വേക്കൻസി ഇല്ലാത്തൊരു സമയത്താണ് ഞാനിവിടെ വരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഈ ഓഗസ്റ്റ് ആയപ്പോഴേക്കും എനിക്ക് ജോലിയിലേക്കുള്ള വലിയൊരു സാധ്യതയല്ല, ഒരു ഉറപ്പ് തന്നെ മാതാവ് എനിക്ക് തന്നു. അതുപോലെ തന്നെ എനിക്ക് പരീക്ഷയ്ക്കൊക്കെ ഞാൻ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും മിക്കവാറും അച്ഛനായിരിക്കും കൂടെ വരിക. ഒരു പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു, കൃത്യസമയത്ത് എത്താൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എക്സാം എഴുതുന്നിടത്തൊക്കെ തന്നെ പോകും, ഒരു പേടിയില്ല. അതുപോലെ തന്നെ ഞായറാഴ്ചകളിലെ കുർബാന അത് ചില ദിവസങ്ങളിൽ മാത്രം മുടക്കാറുണ്ടായിരുന്നു. ഈ എക്സാമൊക്കെ എഴുതാൻ പോയിട്ട് ചിലപ്പോൾ ദൂരെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സൺഡേ പള്ളിയിൽ പോകുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ സൺഡേയും പള്ളിയിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാരുണ്യ പ്രവൃത്തികളൊക്കെ ആയാലും ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. രോഗികളൊക്കെ ആണെങ്കിലും തീരെ അവശരായ ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. കാണാൻ ചെന്ന ഒത്തിരി ആൾക്കാരുടെ വീടുകളിൽ എൻ്റെ ഇടവകയിൽ തന്നെ ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരാണ്, കൃപാസനത്തിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ പത്രപ്രേക്ഷിത പ്രവർത്തനം ആയാലും നമ്മൾ ചെയ്യുന്നത് എൻ്റെ ഇടവകപ്പള്ളിയിൽ എൻ്റെ ഇടവകയിൽ തന്നെയുള്ള വീടുകളിൽ അവിടെ ഞാൻ കൊണ്ടു കൊടുക്കുമ്പോൾ മാതാവിനെ പറ്റി പറയാറുണ്ട്. അവർക്കെല്ലാം തന്നെ ഉടമ്പടി ഉള്ള ആൾക്കാരായിരിക്കും കൂടുതൽ. പിന്നെ നമ്മുടെ അടുത്തുള്ള പള്ളികളിലും കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പോൾ മാതാവ് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് വേണ്ടി തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് എന്നെപ്പോലെ തന്നെ ഗവൺമെൻറ് ടെസ്റ്റിന് വേണ്ടി കാത്തിരുന്ന, പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഡെയിലി ബ്രെഡിലും ധ്യാനത്തിൻ്റെ ഇടയ്ക്കുമൊക്കെ കമൻറ്റ് സെക്ഷനിൽ യൂട്യൂബിൽ കാണാം ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം അത്രമാത്രം കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട്. ഓരോ തവണയും നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിന്നിട്ടുണ്ട്. കാരണം ജോലി ഒന്നും ആയില്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അതിന് മറുപടി കൊടുക്കുമ്പോൾ ചിലരൊക്കെ അതൊരു പരിഹാസ രൂപേണയായിരിക്കും കാണുക. ഒരു ജോലി കിട്ടുന്നിടം വരെ അതൊരു വലിയൊരു പരിഹാസ രൂപേണയായിരിക്കും അവരത് ചോദിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി പേരുണ്ട്, അവരോടെല്ലാവരും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ജോസഫ് അച്ഛൻ്റെ ഒരു അനുഗ്രഹം, കൈവെപ്പ് ശുശ്രൂഷ ഏറ്റുവാങ്ങാനുള്ള ഒരു വലിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടി. കൃപാസനത്തിൽ നമ്മൾ ഒരു തവണ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രാർത്ഥന, സെപ്റ്റംബറിൽ മറ്റോ നടത്തിയൊരു പ്രാർത്ഥന നമ്മളത് ഏറ്റുകഴിച്ചിരുന്നു. വണക്കമാസ പ്രാർത്ഥന ഏറ്റുകഴിച്ചിരുന്നു. ആ സമയത്തെല്ലാം വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കൃപാസനത്തിലെ അച്ഛന്, ഇവിടുത്തെ സഹശുശ്രൂഷകൾ, വൈദികർ, സിസ്റ്റേഴ്സ്, ഇവിടുത്തെ കൗൺസിലർമാർ, അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ ഒത്തിരി ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു ജോലി കിട്ടി കാണാൻ വേണ്ടി. അവരോട് എല്ലാവരോടും ഞാൻ ഈ ആൾത്താരെ വെച്ച് നന്ദി പറയുന്നു. ഈ ആൾത്താരിൽ ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. എൻ്റെ പേര് സ്മിത സെബി, ഞാൻ ഇടക്കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 15/7/2023 എനിക്ക് സ്വയം തോന്നി ഉടമ്പടി പുതുക്കണമെന്ന് തോന്നലുണ്ടായി. ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു. ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് അതിശക്തമായി ഉടമ്പടിയെക്കുറിച്ചും അതിതീവ്രമായി മാതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ആണ് ഉടമ്പടി പുതുക്കുന്നത്. പക്ഷേ അപ്രത്യക്ഷമായി ഞാൻ മാതാവിൻ്റെ കൊന്ത കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ തന്നെ, ഞങ്ങൾക്ക് ബിസിനസ്സാണ്, 2-3 ഷോപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് എപ്പോഴും നമുക്ക് ഒരു നല്ല എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം, ഈ ഫിനാൻസ്. പക്ഷേ അപ്രതീക്ഷിതമായി നമ്മൾ നോക്കി നിൽക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ ക്യാഷ് ഇങ്ങനെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ഉടമ്പടിയിലാണ്. ഞാൻ മാതാവിനോട് ചോദിച്ചു, നമ്മൾ ഉടമ്പടിയിലായിരിക്കെ തന്നെ നമുക്ക് ട്രാജഡികളുടെ പുറത്ത് ട്രാജഡി എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് വരികയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ സൈബർ അറ്റാക്ക് വഴി ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒത്തിരി 0 ബാലൻസ് ആകുന്ന അവസ്ഥയിലേക്ക് കാര്യമെത്തി. അപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി എങ്ങനെ ബിസിനസ് മുന്നോട്ട് പോകും, എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രതിസന്ധി അവസ്ഥ. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ വെളുപ്പിന് 4 മണിക്ക് രാവിലെ പ്രാർത്ഥനയോടുകൂടി, ഒരു അക്ഷരവും മിണ്ടാതെ പ്രാർത്ഥനയോടുകൂടി അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഈ കൃപാസനം മാതാവിൻ്റെ സന്നദ്ധിയിൽ എത്തുന്നത് വരെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വേറെ ഒന്നും സംസാരിച്ചില്ല. വെളുപ്പിന് ആദ്യത്തെ ബാച്ചിൽ തന്നെ ഹസ്ബൻഡിൻ്റെ പേരിൽ ഉടമ്പടി എടുക്കും. ഞങ്ങൾ ഒന്നിച്ച് ആ ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. പുതിയ ഒരു ഉടമ്പടി എടുക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടായത്. ദൈവപരിപാലനയുടെ ഒരു അദൃശ്യകരം
ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചറിയുകയായിരുന്നു. പൈസ നഷ്ടപ്പെട്ടത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴും നമുക്ക് ഒരാളുടെ മുന്നിലും 1 രൂപയ്ക്ക് വേണ്ടി കൈനീട്ടാതെ ഒരു അധപതനത്തിലേക്കും പോകാതെ മാതാവ് നമ്മളെ താങ്ങി സംരക്ഷിച്ചു കൊണ്ടിരുന്നു. പിറ്റേ ദിവസം എനിക്ക് എൻ്റെ മോൾക്ക് 50,000 രൂപ ഫീസ് അടക്കണം. നമ്മളുടെ പൈസ മൊത്തം നഷ്ടപ്പെട്ടേക്കാണ്. ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമേ, ഇത്രയും നാളും നമ്മൾ ഫിനാൻഷ്യലി നല്ല സെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തവർക്ക് പെട്ടെന്നൊരു ക്രൈസിസ് വരുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല. നമ്മൾ തളർന്നില്ല, നമ്മൾ പ്രാർത്ഥിച്ചു. എന്ത് ചെയ്യും? ആരോടും ചോദിക്കാനില്ല. എന്ത് ചെയ്യും? ഒന്നും അറിയില്ല. ജസ്റ്റ് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു ബെല്ലടിച്ചു. ജസ്റ്റ് ഒരു മെസ്സേജ്. ഞാൻ ആ മെസ്സേജ് നോക്കിയപ്പോൾ ക്രെഡിറ്റഡ് 50,000. എനിക്കപ്പോൾ ആവശ്യമുണ്ടായിരുന്നത് 50,000 രൂപയായിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ 50,000 രൂപ ക്രെഡിറ്റായി. അതെങ്ങനെയായി? ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ആരോടും പൈസ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അതെൻ്റെ ഒരു ടീച്ചറായിരുന്നു. ആ ടീച്ചറിനെ ഞാൻ അപ്പം തന്നെ ഫോണിൽ വിളിച്ചു. എന്താ ടീച്ചറെ, ഈ ക്യാഷ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കണേ. അത് എനിക്കിപ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് പൈസയായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞു, നിനക്കിപ്പോൾ ആവശ്യമുണ്ടാകും, അതുകൊണ്ട് ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ, നീ എനിക്ക് പിന്നീട് ഉള്ളപ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ ദൈവം എന്നെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തു. അപ്പം തന്നെ നമുക്ക് ആ ഫീസ് അടക്കാൻ പറ്റി. ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മളുടെ അടുത്ത് ഒരു വൃദ്ധസദനങ്ങളിലും ഊട്ടുശാലയിലും അനാഥ മന്ദിരങ്ങളിലും എല്ലാം ഫുഡ് കൊടുക്കുകയും വസ്ത്രങ്ങൾ കൊടുക്കുകയും കാരുണ്യ പ്രവൃത്തികൾക്ക് ഒരു കുറവും സംഭവിക്കാത്ത രീതിയിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മളൊരു പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കണേ. അപ്പോൾ എനിക്ക് നാളേക്ക് 1 lakh rupees വേണം. പക്ഷേ എൻ്റെ കയ്യിൽ ആ ക്യാഷില്ല. നമുക്ക് കടയിലേക്ക് സ്റ്റോക്ക് വന്നതിൻ്റെ പേയ്മെൻ്റ് അടക്കാനുള്ള പൈസയാണ്. പക്ഷെ നമ്മുടെ പൈസ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ ആ അനാഥശാലയിൽ അനാഥർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതുച്ചോറുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. ഒരു ചേച്ചി, ജസ്റ്റ് ഒരു ഷോപ്പിൽ വന്ന് പരിചയമുള്ള ഒരു ചേച്ചി എന്നോട് വെറുതെ കുശലം ചോദിച്ച് സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ സൗണ്ട് ചേഞ്ച് ആയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റി, സൗണ്ടിന് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ട്രാജഡി പറ്റി, നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് നഷ്ടപ്പെട്ടു, അപ്പോൾ ബിസിനസ്സിന് കുറച്ച് ട്രാജഡീസ് പറ്റിയിട്ടുണ്ട്, ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഡ്യൂട്ടി അവിടെ കണ്ടിന്യൂ ചെയ്തു. ആ പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു. അങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവിടെ ഉച്ചയ്ക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എന്നെ ആ ചേച്ചി വിളിച്ചിട്ട് പറയാണ്, നീ തിരിച്ചു പോരുന്ന വഴി എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വരണം. ഞാൻ അങ്ങനെ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് 1 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു, നീ ഇത് വെച്ചോ. ഞാൻ പറഞ്ഞു, ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടില്ലല്ലോ. അത് കുഴപ്പമില്ല, മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കിപ്പോൾ ഈ പൈസ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവം ഇങ്ങനെ പരിപാലിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒരു പ്രശ്നവും കൂടാതെ തരണം ചെയ്യാൻ പടിപടിയായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. വേറൊരു ദിവസം ഞങ്ങൾക്ക് ലൈനിങ് വന്നതിൻ്റെ ഒരു 2 lakhs rupees ഞങ്ങൾക്ക് പേ ചെയ്യണമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കയ്യിലില്ല. അവർ ആ ബില്ല് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ആ പൈസ കൊടുക്കണം. ആ ക്യാഷ് ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയി. അപ്പോൾ ഇതെങ്ങനെ ഞങ്ങൾ കൊടുക്കും? അങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കി. അപ്പോൾ അഖണ്ഡ ജപമാല റാലി പോകുന്ന സമയമായിരുന്നു ഒക്ടോബർ മാസത്തിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ റാലിക്ക് വരണ്ട, അർത്തിങ്കൽ പള്ളിയുടെ അവിടെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ പോകണ്ട, നമുക്ക് അത്രയും ദൂരം നടക്കാൻ പറ്റില്ലല്ലോ, അപ്പം ജപമാല റാലിക്ക് പറ്റില്ല, അന്ന് പോകാം, പക്ഷേ ഈ റാലിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ ഈ ഒരു പ്രോബ്ലം നിൽക്കലേ ഞാൻ മാതാവിൻ്റെ ഫോട്ടോയിൽ, കൃപാസന മാതാവിൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഇന്നെനിക്ക് ആ കസ്റ്റമർക്ക് 2 lakh rupees കൊടുക്കണം. അത് കൊടുക്കാൻ നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ, എന്നിലൊരു ജീവൻ്റെ തുടിപ്പ് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരിക്കും എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അടുത്ത 5 മിനിറ്റിനുള്ളിൽ എനിക്ക് കോൾ വന്നു. എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ അവർക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് റെഡി ആയിട്ടോ.
നമ്മൾ പ്രതീക്ഷിക്കാതെ അങ്ങനെ ആ പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റി. ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ, ഒരാളുടെ മുന്നിലും ചോദിക്കാതെ ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും മാതാവ് അതിശക്തമായി പരിഹരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വന്നു. എല്ലാവർക്കും ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടപ്പോഴും ഞങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടായില്ല. ഞങ്ങൾ മാതാവിൻ്റെ രൂപത്തിൻ്റെ ഏറ്റവും തൊട്ട് പിന്നിൽ നിന്നുകൊണ്ട് ഫുൾ റാലിയിൽ പങ്കെടുത്ത് ഒരു തടസ്സവും കൂടാതെ, ഒരു വേദനയും കൂടാതെ, ഒരാരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ ഏറ്റവും ആദ്യം ആ രൂപം അവിടെ എത്തണതിൻ്റെ അപ്പോൾ തന്നെ ഞങ്ങൾ ആ അർത്തിങ്കൽ പള്ളിയിൽ എത്തിച്ചേരുകയും ചെയ്തു. ഞങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായില്ല. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കേണ്ടത് ദൈവം ഇത് ഹൃദയം കൊണ്ടാണ്. കാരണം ഇത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും മാതാവിൻ്റെ അനന്തമായ ശക്തി അനുഭവിച്ചറിഞ്ഞതാണ്. എനിക്ക് ഭൗതികമായ ഒരു നേട്ടങ്ങളോ ഭൗതികമായ ഒരു ആവശ്യങ്ങൾക്കോ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ കാരുണ്യ പ്രവൃത്തികൾക്ക് ഞാൻ ഒരു തടസ്സവും ഇതുവരെയും നേരിട്ടിട്ടില്ല. ഞാൻ വൃദ്ധന്മാരെ തെരഞ്ഞു പിടിച്ച് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കളെ, മക്കളുടെ ഒരു സ്നേഹം കിട്ടാതെ ഇരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഞാൻ കണ്ടുപിടിച്ച് അവരെ ഓരോ തരത്തിലും ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ക്രിസ്മസ് വന്നു. ഞാൻ കുറേ നമുക്കറിയാം കുറേ മക്കൾ അച്ഛനും അമ്മമാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരിങ്ങനെ സങ്കടത്തിൽ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെയുള്ള അച്ഛനമ്മമാരെ കണ്ടുപിടിച്ച് അവർക്കൊക്കെ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകി. ഓണം ആഘോഷിക്കണം. ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഓണത്തിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാതെ, മക്കളോ ഭർത്താവോ ആരുമില്ലാതെ അനാഥരായിരിക്കുന്ന അമ്മമാരുടെ അടുത്ത് ചെന്ന് ഞങ്ങളുടെ ഫാമിലി അവരോടൊപ്പം അവർക്ക് വസ്ത്രങ്ങൾ നൽകി, അവർക്ക് ഭക്ഷണം നൽകി, അവരോടൊപ്പം ഏറ്റവും ആഘോഷമായി ഓണം സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നന്മ പ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിച്ചു. മറ്റുള്ളവരെന്തും പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവ പരിപാലനയുടെ അനന്തസ്പർശം. ദൈവത്തിന് നന്ദി.